ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവം തന്നതല്ലാതെ ഒന്നും ഈ ജീവിതത്തിലില്ല. അത് അംഗീകരിക്കണം, അത് അംഗീകരിക്കാൻ തയ്യാറാവണം. അത് അംഗീകരിക്കാൻ തയ്യാറാവാത്തവർ അഹങ്കാരികളാണ്. അവരാണ് എൻ്റെ സൗന്ദര്യം, എൻ്റെ തടിമുടുക്ക്, എൻ്റെ തൻ്റെ ഇടം, എൻ്റെ ബുദ്ധിശക്തി, അങ്ങനെ എല്ലാം എൻ്റെ 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 കഴിവുകളെല്ലാം എൻ്റെ. ഇതെല്ലാം ദൈവം തന്ന ദാനമാണ് എന്നിരിക്കെ കഴിവുകളെല്ലാം എൻ്റെ എന്ന് അഹങ്കരിക്കുന്നു. അഹങ്കരിക്കുന്നവരുടെ ഉള്ളിൽ കർത്താവ് വസിക്കില്ല, ഈശോ വസിക്കില്ല. ഈശോ വസിക്കാതെ നീ എങ്ങനെ ഈശോയുടെ അഭിപ്രായം ചോദിക്കും? അടുത്ത പദ്ധതിയെക്കുറിച്ച്, അടുത്ത പ്ലാനിനെ കുറിച്ച്, ഇനി എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് നീ എങ്ങനെ ഈശോയുടെ അഭിപ്രായം ചോദിക്കും? ഈശോയുടെ അഭിപ്രായം ചോദിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്താൽ എല്ലാം പരാജയമാകും. എല്ലാ കാര്യത്തിലും ഈശോയുടെ അഭിപ്രായം ചോദിക്കണം. അതിനാദ്യം നിഷ്കളങ്ക ഹൃദയം വേണം, എളിമ വേണം. എല്ലാ കാര്യത്തിലും ഈശോയുടെ അഭിപ്രായം ചോദിക്കാൻ ഈശോ ഉള്ളിൽ വസിക്കണം. ഈശോ ഉള്ളിൽ വസിക്കാൻ അഹങ്കാരം മാറ്റണം, എളിമയായി ജീവിക്കണം. അഹങ്കരിക്കുന്നവരുടെ കർത്താവിന് വെറുപ്പാണ്. ഈശോ ഉള്ളിൽ വസിച്ചു കഴിഞ്ഞാൽ ഈശോയെ നമുക്കൊരു സുഹൃത്തുവിനെ പോലെ കാണാൻ പറ്റും. എല്ലാ കാര്യത്തിലും നമുക്ക് അഭിപ്രായം ചോദിക്കാം. നമ്മുടെ പ്ലാനും പദ്ധതിയും ഒക്കെ ഈശോ അന്നേരം അറിയിക്കാം. ഈശോ നല്ല നടക്കേണ്ടതാണെങ്കിൽ നടക്കും, അത് വേണ്ടതാണെങ്കിൽ വേണമെന്ന് പറയും. വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണം. ഈശോ അത് തീരുമാനം കൽപ്പിക്കും. അപ്പം മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇന്ന ഡേറ്റിൽ മകളുടെ കല്യാണം നടക്കണം, ഇത്രാം വർഷം പുതിയൊരു വീട് വെക്കണം, എല്ലാം നല്ലതാണ്, നല്ല ലക്ഷ്യങ്ങളാണ്. ഇതൊക്കെ ഏതാദ്യം വേണം, ഏത് രണ്ടാമത് വേണം, എല്ലാ കാര്യവും തീരുമാനം ഈശോയ്ക്ക് വിട്ടേക്കണം. സ്വന്തം ഹൃദയാഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത്. യേശുവെ നന്ദി, യേശുവെ സ്തുതി. വചനപ്രകാശം. സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയാഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത്. പ്രഭാഷകൻ 5-ാം അധ്യായം 2-ാം വാക്യം.